ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ദേവി മഹാകാളിയിൽ നിന്നും ഈ ഒരു നിമിഷം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്, എന്ത് മെസ്സേജാണ്, എന്ത് ഗൈഡൻസ് ആണ് ദേവി ഇപ്പം നിങ്ങൾക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഭഗവതിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്ന ഗൈഡൻസ്, എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ധർമ്മ ഓഫ് കാളിയാണ്. നമുക്കിനി ടാരോ കാർഡും കൂടി നോക്കാം. ടാരോ കാർഡ്സിൽ എന്താണ് വരണമെന്നും കൂടെ നോക്കാം. പേജ് ഓഫ് സോർഡ്സ്, മജീഷ്യൻ, ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിട്ടുള്ളത്. ഇതില് നമ്മളുടെ കാർഡ് എന്ന് പറയുന്നത് ധർമ്മ ഓഫ് കാളിയാണ്. അപ്പോൾ ദേവിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്ത് നമുക്ക് ഭയപ്പെടുത്തുന്ന സ്കള്ളൊക്കെ ഉള്ള ഒരു ഇരുണ്ട രൂപവും, അത് ഷാഡോ സൈഡാണ്, നമ്മളുടെ ഷാഡോ സൈഡാണ്. നമ്മളുടെ ഷാഡോ വിട്ട് പുറത്തു വരുന്ന നമ്മളുടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു രൂപവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാർഡ് പറയുന്നത് നമ്മുടെ സത്യം വിട്ട് ജീവിക്കാതിരിക്കുക. ധർമ്മയാണ്. ധർമ്മ എന്ന വാക്ക് എന്ന് പറയുന്നത് ആത്മാവിന്റെ സത്യം വിട്ട് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷങ്ങളെല്ലാം വിട്ട് ജീവിക്കരുത് എന്നുള്ളതാണ് ഭഗവതി പറയുന്നത്. അപ്പം മാത്രമല്ല, ഒരു ഭയം കൊണ്ടൊരു തീരുമാനം എടുക്കാൻ, പേടി കൊണ്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതും ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മുടെ ഇൻഡ്യൂഷനെ ഇഗ്നോർ ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ നിങ്ങൾക്ക് കാളി ധർമ്മം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം ഈ ഒരു രൂപം കാണുമ്പോൾ തന്നെ ഒരു ഭയമാണ് കാണുന്നത്. ഇതിൽ സ്കള്ളുണ്ട്. സ്കള്ളെന്ന് പറയുന്നത് അതൊരു ഈഗോ ആണ് സ്കള്ള്. അപ്പോൾ നിങ്ങളുടെ ഈഗോ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഈ ഷാഡോ എൻഡ് ആകുന്നു, നമ്മളത് റിവീൽ ചെയ്യുമ്പം നമ്മളുടെ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഷാഡോ എന്താണ്, യഥാർത്ഥത്തിലുള്ള നമ്മൾ മാറ്റേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ പുതിയൊരു കാലചക്രത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതില് നിങ്ങളുടെ പഴയ വെർഷൻ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പണ്ട് ഭയപ്പെട്ടിരുന്ന കാര്യം അത് നിങ്ങൾ പൂർണ്ണമായി ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ചില ആൾക്കാരുമായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. നമുക്ക് എത്ര വിചാരിച്ചാലും നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. അതിൽ നിന്നും ഒത്തിരി പെയിൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും നമുക്കതൊന്ന് മാറിപ്പോകാൻ പറ്റാതിരിക്കുന്നു. പിന്നെ മാത്രമല്ല, കുറേ ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത വേദനകൾ, എവിടെ തൊട്ടാലും വേദനയാണ്. കാലുവേദന, കൈവേദന, തലവേദന, അങ്ങനെയുള്ള കുറേ വേദനകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഉള്ളിലുള്ള ഭയം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്ന വേദനകളാണെന്നാണ് പറയുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ പഴയ ട്രോമ ഉണ്ടാക്കിയ വേദനകളാണത്. അത് ആദ്യം മനസ്സിൽ വരും, പിന്നെ അത് ശരീരത്തിലാണ് വരുന്നത്. ആദ്യം ഇതൊക്കെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. ഈ വേദന, മനസ്സിലുള്ള വേദന, അത് പതിയെ ഇത് ശരീരത്തിലേക്ക് സ്പ്രെഡ് ആകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതില് നമുക്ക് മാറ്റിക്കളയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, അതിനെ നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക. പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം എന്നാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന വികാരങ്ങൾ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന വികാരങ്ങളും അതൊക്കെ ആണ് ഈ ഒരു ഹിഡനായിട്ട് നമുക്ക് കാണുന്നത്. ഇതിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ്, പിന്നെ ഇതൊക്കെ നമുക്കതിൽ നിന്നും ഒന്ന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്.
പിന്നെ ഈവിളை ഉണ്ടാകാൻ, നെഗറ്റീവ് എനർജി, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് റിലീസായി പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷനും ഭയവും ഇതൊക്കെ മാത്രം ഈ ഈവിളை അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇതൊക്കെ മുകളിലേക്ക് വരുന്നു. ഇത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലപ്പോഴും പല ആൾക്കാർക്കും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു 10 മിനിറ്റ് മുന്നേ സന്തോഷിച്ചിരുന്ന നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡിപ്രസ്ഡ് ആയി അങ്ങ് ഏറ്റവും ലോ ലെവലിൽ പോകും. അങ്ങനത്തെ ഒരു എനർജി ഉണ്ടായിരിക്കാം. ഒരു ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാം, ആരും വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി, എനിക്ക് വേറെ ആരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥ അതൊക്കെ വന്നേക്കാം. പിന്നെ അതൊക്കെ നമ്മളുടെ അകത്തെ ഇരുട്ടുണ്ടല്ലോ, നമ്മളുടെ അകത്തുള്ള കുറേ കാര്യങ്ങൾ അത് പുറത്തെടുക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നതെന്നാണ് കാണുന്നത്. ഇതിലെ ഈ ഒരു ഭാഗം നമ്മുടെ ഒരു റിയൽ സൈഡ് ഉണ്ട്. അത് ഇതിൽ കാണിച്ചത് ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പം ഈ ഒരു ഡാർക്ക് ഫേസ് എൻഡായി അത് ഹീലാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നു എന്ന് പറയാം. ഇമോഷണലി നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് കളയുന്നു എന്നാണ് കാണുന്നത്. ഒരു റീബർത്ത് പോലെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു വെർഷനിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പം അതും കൂടി മനസ്സിലാക്കുക. നമ്മൾ എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. ഇത് നിങ്ങൾ പാനിക് ആകരുതെന്നാണ് ഭഗവതി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്രമല്ല ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പാഷൻ എന്താണ്, ആ പാഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളൊരു പുതിയ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് ആരംഭിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു 2 സൈഡും പറയുന്നത്, ഒരു സൈഡ് മരിച്ച് അടുത്ത സൈഡ് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആത്മീയ ശക്തി ഉണരുന്നു എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ട്രോമ എല്ലാം ഹീൽ ചെയ്ത്, ഈ ഷാഡോ എല്ലാം ഹീൽ ചെയ്ത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളിലേക്ക് ഭഗവതി തന്നെ കൊണ്ടു തരുന്നു എന്നുള്ളതാണ്. ദേവിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്താണ്, ഫ്രസ്ട്രേഷൻ എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചത്. ഇതെല്ലാം മാറ്റി അതെല്ലാം എൻഡാക്കി ഒരു പുതിയ ഒരു വെർഷനിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. ഇത് കാളി ധർമ്മമാണെന്നുള്ള, ഇത് ഓരോരുത്തരുടെയും ധർമ്മമാണ്, നമ്മളുടെ ധർമ്മമാണത്. അതാണ് ഭഗവതി നമ്മളിലേക്ക് കാണിച്ചു തരുന്നതെന്നാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ടാരറ്റിൽ വന്നിട്ടുള്ളത് പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നമ്മൾ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മൾ എപ്പോഴും സത്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്താണ് സത്യം എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനത്തെ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മളാ ഹീലിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് അന്വേഷിക്കുന്നതെന്നാണ് ഭഗവതി പറയുന്നത് കേട്ടോ. നിങ്ങളൊരു സ്പിരിച്വലി മാത്രമല്ല, നിങ്ങൾ ഒരു ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ എനർജിയിൽ ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റാത്ത, വീണ്ടും പുതിയത് എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യം. പക്ഷേ നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഇപ്പം നമ്മളുടെ ഹിഡൻ ട്രൂത്ത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെ റെസ്റ്റ്ലെസ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾക്ക് എന്നെ ഇപ്പം മനസ്സിലായി കഴിഞ്ഞു എന്നാണ് ഭഗവതി പറയണത്. പിന്നെ അതിൽ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കഴിവില്ലാത്തവരാണോ, നിങ്ങൾ പവർ ഇല്ലാത്തവരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ പുതിയ ഒരു വെർഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളിത് ആ ഓൾഡ് സൈക്കിൾ എൻഡാക്കിയാൽ മാത്രം മതി എന്നാണ് കാണുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യം പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഗിഫ്റ്റിനെ നിങ്ങൾ ഉപയോഗിക്കാനാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് നിങ്ങൾ ഇപ്പം ഉപയോഗിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ
അടുത്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പൊ പുതിയ ഒരു ചാപ്റ്റർ, ഓൾഡ് സൈക്കിള് എൻഡായി പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഒരു ഓവറോൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു കാര്യമാണ് കേട്ടോ, ഷാഡോ എൻഡായി നിങ്ങളുടെ യഥാർത്ഥ വെർഷനിലേക്ക് വരുന്നൊരു സമയമാണിത്. അപ്പം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. ഒരു സ്പിരിച്വൽ റീബർത്താണ് ഈ ഒരു സമയം നടക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും, പല സാഹചര്യങ്ങളും മാറാം. കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്നും, ഡാർക്ക്നെസ്സിൽ നിന്നും നിങ്ങൾ ലൈറ്റിലേക്ക് വരുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും ടെൻഷനും ഇതൊക്കെ കഴിഞ്ഞ് ഇത് ഹീലിംഗ് കഴിഞ്ഞ് പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇത് ഹീലായി പുറത്തു വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യം ഒരുപാട് മാറാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം വരാം. ചിലപ്പോൾ നിങ്ങൾ വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാം. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരാം. നിങ്ങളുടെ കരിയറിൽ മാറ്റം വരാം. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം. ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്തും ഇത് തന്നെയാണ്. ഇത് ഡെത്തായി ഇത് റീബർത്ത് ആകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഏറ്റവും നല്ല വെർഷനാണ് പുറത്തു കൊണ്ടുവരേണ്ടത് എന്നാണ് ഭഗവതി പറയണത്. അപ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. ഇപ്പോൾ ഉള്ള ആ ഒരു പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഈ ഒരു ഹീലിംഗ് നടന്നത് പുറത്തേക്ക് വരുന്നത്, ഹീലിംഗ് കഴിഞ്ഞ് നിങ്ങളെ യഥാർത്ഥ വെർഷൻ പുറത്തേക്ക് വരുന്നൊരു സമയമാണ്. അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇതില് ഒരു അവേക്കണിങ്ങിന്റെ സമയമാണ് കേട്ടോ. ഇതില് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സമയം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഏറ്റവും നല്ല മാറ്റമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ ഷാഡോ കാണാൻ, നിങ്ങളുടെ കുറവുകൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അത് ഹീൽ ചെയ്യാനുള്ള സമയമാണ്. അതിന് ഭഗവതി ഈ ഒരു സമയം സഹായിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ഒരു ഫേസ് എൻഡായി. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു ഫേസ് എത്രയും പെട്ടെന്ന് എൻഡാകുന്നു. അത് ഹീൽ ചെയ്ത് പുതിയൊരു റീബർത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സമയം ഭഗവതി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.